ഇടുക്കി തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരമെട്ട് തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. തമിഴ്നാട് വനമേഖലയിലെ 3.5 കിലോമീറ്റർ റോഡാണ് ഇനി നിർമ്മിക്കാനുള്ളത്. റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകി. ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരംപാതയാണ് തേവാരമേട്ട് തേവാരം പാത. ഹൈറേഞ്ചിൽ ഏലം വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ച കാലം മുതൽ സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു. തുടർന്ന് 1981 റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നു. പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല. പലതവണ സാധ്യതാ പഠനം നടത്തുന്നതിനായും പണം അനുവദിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല. റോഡിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ ജനകീയ സമിതികൾ രൂപീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കിത് നമ്മളിപ്പോൾ നമ്മുടെ ഈ ജനങ്ങളുടെ ആവശ്യം മുഴുവൻ നമുക്ക് ഈ റോഡ് 2.5 കിലോമീറ്റർ ഓപ്പൺ ചെയ്തു തരണം. തമിഴ്നാട് സർക്കാർ അതിന് വേണ്ട നടപടിയെടുക്കണം. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ശ്രദ്ധ ചെലുത്തണം. ഈ 2.5 കിലോമീറ്ററിൽ നമുക്ക് ഇവിടുത്തെ നിവാസികൾക്ക് പെട്ടെന്ന് ഇടുക്കി തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. 28 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു ആവശ്യമായിട്ട് പോകാനും ഇവിടെ അന്യ സ്ഥലങ്ങളിലേക്ക് പോകാനും അങ്ങനെ സുപ്രധാനമായ ഒരു വഴിയാണിത്. നമുക്കിത് തുറന്നു തരണമെന്നാണ് ഈ കൂടിയേക്കുന്ന 1-2 അല്ല 1000-10,000 ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ്. റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചുകാർക്ക് വേഗത്തിലെത്താനാവും. തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്ക് നീക്കത്തിനും ഗുണകരമാകും. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.